സംസ്ഥാനത്ത് വെളിച്ചെണ്ണയുടെ വില ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം 450 രൂപയോളാണ് ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വില. നമ്മുടെ കൂടെ റിപ്പോർട്ടറിന്റെ കൂടെ മന്ത്രി GR അനിൽ ചേരുന്നുണ്ട്. അപ്പോൾ ഓണക്കാലൊക്കെ ആവുന്നുണ്ട്, വെളിച്ചെണ്ണയുടെ വില ദിനംപ്രതി കൂടുന്നു. എന്താണ് ഇപ്പൊ സർക്കാർ അത് പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എന്നുള്ളതാണ് കണ്ടത്? ഓണക്കാലത്ത് എല്ലാ നിത്യോപയോഗ സാധനങ്ങളും പരമാവധി വില കുറച്ചു കൊണ്ടുവരാനുള്ള ഇടപെടൽ സപ്ലൈകോ വഴി ഗവൺമെൻറ് നടത്തും. പൊതുവിതരണ സംവിധാനം വഴി സപ്ലൈകോയിലൂടെയും ആവശ്യത്തിലേറെ അരി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടുന്ന തരത്തിലുള്ള സംവിധാനം ഒരുക്കാനാണ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ വ്യാപകമായും ആവശ്യാനുസൃതവും നൽകാൻ കഴിയുന്ന തരത്തിലുള്ള സംഭരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓണം പരമാവധി ജനങ്ങൾക്ക് സുഭിക്ഷമാകാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടൽ ഇത്തവണ നടത്തുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് വില നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം? വില നിശ്ചയിക്കുന്നത് ഗവൺമെന്റ് അല്ല. വില നിയന്ത്രിക്കാൻ കഴിയുന്നത് അതേ ഉൽപ്പന്നങ്ങൾ വില കുറച്ച് കൊടുത്ത് നിയന്ത്രിക്കുകയല്ലാതെ വില നിശ്ചയിക്കുന്ന ഉടമയോട് വില കുറയ്ക്കാൻ നമുക്ക് ഇടപെടാൻ കഴിയുന്ന സാഹചര്യമില്ല. അതാണ് നമ്മുടെ മുന്നിലുള്ള നിയമാനുസൃതമായിട്ടുള്ള അവസ്ഥ. എന്നാൽ കരിഞ്ചന്ത പൂഴ്ത്തിവയ്പ് ഇതുപോലുള്ള സാഹചര്യങ്ങൾ കണ്ടെത്താനും അത് കർശനമായി ഇടപെടാനും കഴിയുന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ സ്ക്വാഡുകൾ കളക്ടർ നേതൃത്വത്തിൽ ആരംഭിക്കാൻ പോവുകയാണ്. സപ്ലൈകോ വഴി വില കുറച്ച് നൽകിക്കൂടെ? അത് നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ 30-ാം തീയതി വരെ, കഴിഞ്ഞ ജൂൺ മാസം 30 വരെ 277 രൂപയ്ക്കാണ് വെളിച്ചെണ്ണ സപ്ലൈകോ വഴി കൊടുത്തത്. മാർക്കറ്റിൽ 350 മുതൽ 420 വരെ വിലയുണ്ടായ സമയത്ത് സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ 277 രൂപയ്ക്ക് കൊടുക്കാൻ കഴിയും. എന്നാൽ കേരളത്തിലെ സപ്ലൈകോയ്ക്ക് വെളിച്ചെണ്ണ നൽകുന്ന മില്ലുടമകൾ ഒരുമിച്ച് അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ആ നിലയിൽ അവർക്ക് കരാറിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് തന്നെ സ്വാഭാവികമായും വില മാറ്റേണ്ടുന്ന ഒരു സാഹചര്യം വന്നുവിടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതുകൊണ്ട് വില നിശ്ചയിക്കാൻ നമുക്ക് അവകാശമില്ല. വില കുറച്ചു കൊടുക്കാൻ, പരമാവധി വില കുറച്ചു കൊടുക്കാനുള്ള നിലപാടാണ് സപ്ലൈകോ സ്വീകരിക്കുന്നത്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 25-30% വരെ വില കുറച്ച് കൊടുക്കാൻ. അത് വെളിച്ചെണ്ണയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. വെളിച്ചെണ്ണ ഇപ്പോഴും 329 രൂപയ്ക്കാണ് സപ്ലൈകോ ഔട്ട്ലെറ്റിൽ കൊടുക്കുന്നത്. മാർക്കറ്റ് 450 രൂപ വരെ വിലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വില കുറച്ച് കൊടുക്കാൻ പരമാവധി ശ്രമിക്കുന്ന നിലപാടാണ് സപ്ലൈകോ സ്വീകരിക്കുന്നത്. കുറഞ്ഞ ചിലവിൽ വ്യാജ വെളിച്ചെണ്ണ അതെല്ലാം അന്വേഷിക്കാനുള്ള സംവിധാനം കേരളത്തിലുണ്ട്. സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ കൊടുക്കുന്ന വെളിച്ചെണ്ണയാണെങ്കിലും ഉൽപ്പന്നങ്ങളാണെങ്കിലും ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് കർശനമാക്കുക തന്നെ ചെയ്യും. നാളികേര ഉൽപ്പന്നം കേരളത്തിൽ കുറയുകയാണ് എന്നത് സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? നാളികേര ഉൽപ്പന്നങ്ങൾ കുറയുന്നതല്ല. ഇന്നത്തെ സാഹചര്യത്തിൽ കൊപ്രയുടെ കുറവ് വന്നപ്പോഴാണ് വെളിച്ചെണ്ണ വില മാറിയെന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ ഓണം മാസങ്ങളിൽ, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വെളിച്ചെണ്ണയുടെ വില പരമാവധി കുറയ്ക്കാൻ ആവശ്യമായ ഇടപെടൽ ഭക്ഷ്യവകുപ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പൂഴ്ത്തിവയ്പ് കരിച്ചെണ്ണ. മറ്റൊന്ന്, എണ്ണ ഉൽപ്പാദകർ, വെളിച്ചെണ്ണ ഉൽപ്പാദകരായിട്ടുള്ള കാരഫെഡ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുമായി ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പൊതുമേഖലാ സ്ഥാപന നിലയ്ക്ക് സപ്ലൈകോ മുൻകൈയെടുത്ത്, സിവിൽ സപ്ലൈസ് വകുപ്പ് മുൻകൈയെടുത്ത് അത്തരത്തിലുള്ള മാർക്കറ്റുകളിൽ ഇടപെടാനുള്ള നടപടികളിലേക്ക് പോയി. അത് തന്നെയാണ്, വില തടയാനുള്ള എല്ലാ പ്രതിരോധ മാർഗങ്ങളും സർക്കാർ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രിയടക്കം വ്യക്തമാക്കിയത്. ഓണക്കാലമാകുന്നതോടെ മലയാളികൾ എല്ലാത്തിനും വളരെ ആശങ്കയിലാകുന്നതാണ്. വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടുന്ന സമയത്ത് ഏറ്റവും നമുക്ക് ജീവിതത്തിൽ വേണ്ട, അല്ലെങ്കിൽ ആളുകൾ ഉപയോഗിക്കപ്പെടുന്ന ഒരു സാധനം കൂടിയാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. എന്നാലും ആളുകളുടെ ആശങ്ക നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.